ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ബിലാൽ സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 47-ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞത് ഒരാളുടെ കർമ്മങ്ങൾ മെച്ചപ്പെടുന്നത് ഉള്ളിലുള്ള അവസ്ഥകൾ എന്തുകൊണ്ടാണ്? ഉള്ളിലെ അവസ്ഥകൾ മെച്ചപ്പെട്ടുകൊണ്ടാണ്. ഉള്ളിലെ അവസ്ഥകൾ സ്ഥിരമായി മെച്ചപ്പെട്ടതുകൊണ്ട് അയാളിൽ ചില മക്കാമുകൾ സ്ഥിരപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ അല്ലാഹു തആലയുടെ അടിമ അയാൾ എത്തിച്ചേരുന്ന മക്കാമിൽ വെച്ച് ഏറ്റവും നല്ല മക്കാമ് എന്താണ്? അയാൾ ഫുൾ ടൈം അല്ലാഹു തആലയുടെ ദിക്റിൻ്റെ അവസ്ഥയിൽ ആയിത്തീരുക എന്നുള്ളതാണ്. അതാണല്ലോ ഏറ്റവും നല്ല മക്കാമ്. ഫുൾ ടൈം അയാൾ സദാസമയം അയാൾ ആരാവും? ദാക്കിറാവും. ദാക്കിർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രമാണില്ല, എല്ലാ സമയത്തും അയാളുടെ മനസ്സിലും ഹൃദയത്തിലും ചലനങ്ങളിലൊക്കെ ഫുൾ ടൈം അള്ളാഹു എന്ന ആ ഒരു ബോധത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തലാണ് അള്ളാഹുവിനെ അടിമത്തുന്ന മക്കാമിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ മക്കാം. ഫുൾ ടൈം ദാക്കിറാവും. ഫുൾ ടൈം ദാക്കിറെന്ന് നാവ് കൊണ്ടാകാം, ഹൃദയം കൊണ്ടാകാം, പ്രവർത്തനത്തിലാകാം. അയാൾക്ക് അള്ളാഹു അല്ലാത്ത വേറൊരു അജണ്ടയും അയാളിൽ കാണാൻ കഴിയില്ല. ആ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ അടിമ എത്തലാണ് അള്ളാഹുവിൻ്റെ അടിമയുടെ മക്കാമിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മക്കാം. അപ്പം അതിന് ബേസിക്കായിട്ട് ചില കാര്യങ്ങളുണ്ടാവും. അതിന് ഏറ്റവും ബേസിക്കാണ് എന്ത്? നമ്മളെന്ത് ചെയ്യുക? ദിക്ർ തുടങ്ങുക. എങ്ങനെ തുടങ്ങുക? നാവ് കൊണ്ട് ദിക്ർ തുടങ്ങുക. പിന്നെ നാവ് കൊണ്ട് തുടങ്ങി അങ്ങനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും, എന്താ ഹൃദയത്തിലില്ലാതെ നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് കാര്യം? വെറുതെ ഇങ്ങനെ നാവ് കൊണ്ട് ചെല്ലും, കൽബിലുണ്ടാവില്ല, വഫലത്തായി ചെല്ലാന്ന് പറയും. അല്ല, അങ്ങനെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ മനസ്സിലാക്കാറുണ്ട്. വെറും നാവ് കൊണ്ട് ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോയെന്ന്. അത് പറയേണ്ടവരാരാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് പറയേണ്ടവരുണ്ട്. എല്ലാവരും അത് പറയേണ്ടവരല്ല, അല്ലല്ലേ? എല്ലാവരും വെറുതെ നാവുകൊണ്ട് ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് പറയണം. അത് പറയേണ്ടവനുണ്ട്. എന്നാൽ അങ്ങനെ നാവുകൊണ്ട് മാത്രം ചെല്ലേണ്ടവനുണ്ട്. ഫുള്ള് ശ്രദ്ധയില്ലെങ്കിലും നാവുണ്ടെങ്കിലും അള്ളാഹ് അള്ളാഹ് എന്ന് പറയേണ്ടവനുണ്ട്. നാവിൻ്റെ ദിക്റിന് ഒരു പ്രസക്തി ഇല്ല എന്ന് പറയേണ്ടവനുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടിമയുടെ ഓരോ സ്റ്റേജുകളാണ്. അപ്പോൾ ബേസിക്കായിട്ട് അള്ളാഹുവിൻ്റെ അടിമയുടെ ദിക്ർ ഉണ്ടായാലും എവിടെ തന്നെയാണ്? നാവിന്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റേജ് പടിപടിയായി കയറിപ്പോവും. പിന്നെ അള്ളാഹുവിൻ്റെ അടിമ ഏറ്റവും പരിപൂർണ അവസ്ഥയിലെത്തും. അപ്പോൾ അതിൻ്റെ ബേസിക്കും അതിൻ്റെ പരിപൂർണതയും വിശദീകരിക്കുന്ന ഹിക്മത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹിക്മത്ത്. ആ ഹിക്മത്ത് ഒന്ന് വായിക്കാം. പറയുന്നത് എന്താണ്? ലാ തത്തുരിക്ക് ദിക്റ ലിഅദമി ഹുളൂരിക മഅല്ലാഹി ഫീഹി ലിഅന്ന ഗഫലതക അൻ വുജൂദി ദിക്രിഹി അശദ്ദു മിൻ ഗഫലതിക ഫീ വുജൂദി ദിക്രിഹി ഫഅസാ അൻ യർഫഅക മിൻ ദിക്രിൻ മഅ വുജൂദി ഗഫലത്തിൻ ഇലാ ദിക്രിൻ മഅ വുജൂദി യഖളത്തിൻ വമിൻ ദിക്രി മഅ വുജൂദി യഖളത്തിൻ ഇലാ ദിക്രി മഅ വുജൂദി ഹുളൂറിൻ വമിൻ ദിക്രി മഅ വുജൂദി ഹുളൂറിൻ ഇലാ ദിക്രി മഅ വുജൂദി ഗൈബത്തിൻ അമ്മാ ശിവൽ മദ്കൂർ വമാ ദാലിക അലല്ലാഹി അസീസ്. ഓരോ സ്റ്റെപ്പുകളാണത്. വിശദീകരിക്കാം. അതിനർത്ഥം നോക്കാതെ, ലാ തത്തുരിക്ക് ദിക്റ, തറക്കാരനെന്താ? ഉപേക്ഷിക്കുക. ലാ തത്തുരിക്ക് പറഞ്ഞാൽ നീ ഉപേക്ഷിക്കരുത്. ഏതിനെ ഉപേക്ഷിക്കരുത്? അത് ദിക്റ. ഏതിനെ? അള്ളാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ ദിക്റിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ ഉപേക്ഷിക്കാൻ പാടില്ല. എന്ത് കാരണം കൊണ്ട്? ലി അദമി ഹുളൂരിക മഅല്ലാഹി ഫീ. അത് പറഞ്ഞാൽ ഇല്ലാത്തതിന്, ഇല്ല എന്നുള്ള അർത്ഥം. ലി അദമി ഇല്ലാത്തതിന് വേണ്ടി, ഹുളൂരിക നിൻ്റെ സാന്നിധ്യം, മഅല്ലാഹി അള്ളാഹുവിനോട് കൂടുള്ള, ഫീഹി ആ ദിക്റിൽ. അപ്പോൾ അള്ളാഹുവിനോട് കൂടി നിൻ്റെ സാന്നിധ്യം, അതായത് ഹൃദയത്തിൽ ആ ദിക്ർ ഇല്ല എന്ന കാരണം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? ദിക്റിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, ഞാൻ അങ്ങനെ ചെല്ലുന്നുണ്ട് എന്നല്ല, എൻ്റെ മനസ്സിലെന്ത് ചെയ്യില്ല, ദിക്ർ കയറുന്നില്ല. അപ്പം ഈ ദിക്റിനോട് എനിക്കിപ്പോൾ എന്ത് ഗുണമുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്താ പാടില്ല? ഒരാൾ ദിക്റിനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള.
ഹൃദയത്തിലുണ്ടോ ഇല്ല എന്നുള്ള ഒരാൾ ദിക്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളെ ഒരു വിഷയമല്ല ഹൃദയത്തിലുണ്ടോ എന്നുള്ളത്. അത് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചിലപ്പോൾ നമ്മളങ്ങനെ പറയും, ഇങ്ങനെ ചെല്ലിയിട്ട് എന്ത് കാര്യം, എൻ്റെ ദിക്റൊക്കെ വെറുതെ വേസ്റ്റ്, എനിക്ക് റാഹത്ത് കിട്ടില്ല, എന്തുകൊണ്ട് ദിക്റുകൾ പറ്റണ ഒഴിവാക്കും. അപ്പോൾ ഹൃദയത്തിൽ സാന്നിധ്യമില്ല എന്ന കാരണം കൊണ്ട് നീ എന്തിനെ ഉപേക്ഷിക്കാൻ പാടില്ല, ദിക്റിനെ ഉപേക്ഷിക്കാൻ പാടില്ല. എന്താ കാരണം? അതാ പറയുന്നത്. കാരണം ലിയന്ന ഓഫലത്തക്ക, തീർച്ചയായിട്ടും നിൻ്റെ അശ്രദ്ധ, അൻ വുജൂദ് ദിക്രിഹി, ദിക്റ് എന്ന അവസ്ഥ ഉണ്ടാകുന്നതിനെ തൊട്ടുള്ള അശ്രദ്ധ. മിനിമം ദിക്റ് എന്ന സാധനമെങ്കിലും നിൻ്റെ നാവിൽ എന്തുണ്ട്, ഉണ്ടല്ലോ, ഇല്ലേ? നീ നാവുകൊണ്ട് ദിക്റ് കഴിയുമ്പോൾ ആ സമയത്ത് നാവിലെങ്കിലും എന്തുണ്ട്, നിൻ്റെ ദിക്റുണ്ട്. അങ്ങനെ ആ ദിക്റ്, നാവിലെങ്കിലും ദിക്റ് ഉണ്ടാകുന്ന അവസ്ഥ വിട്ടിട്ടുള്ള നിൻ്റെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ദിക്റ് ഉണ്ടാകുക എന്നുള്ള അവസ്ഥയെ വിട്ടിട്ടുള്ള നിൻ്റെ അശ്രദ്ധ, അശ്രദ്ധുൻ, അത് വളരെ കടുപ്പം കൂടിയതാണ്. മിൻ ഒഫലെത്തിക്ക, നിൻ്റെ അശ്രദ്ധയേക്കാൾ. ഏതിൽ അശ്രദ്ധയേക്കാൾ? ഫി വുജൂദ് ദിക്റ്, ദിക്റിലുള്ള അശ്രദ്ധയേക്കാൾ മോശമാണെന്ന്. ഒരാൾക്ക് ദിക്റ് ചിലപ്പോൾ കുറേ അശ്രദ്ധ ഉണ്ട്, അത് അത്ര നല്ല പരിപാടിയൊന്നുമില്ല. കാരണം ശ്രദ്ധയോട് നമ്മൾ എന്ത് ചെയ്യണം, ദിക്റ് ചെല്ലണം. മറ്റാൾക്ക് ദിക്റ് പറഞ്ഞ സാധനം തന്നെ ഇല്ല. ഇത് നോക്കുമ്പോൾ എന്താ നല്ലത്, ദിക്റ് ഉണ്ടാവില്ല നല്ലത്. മനസ്സിലായില്ലേ? ദിക്റിനെ വിട്ടുള്ള അശ്രദ്ധ ഉണ്ട്, ദിക്റിലുള്ള അശ്രദ്ധ, രണ്ട് അശ്രദ്ധകളുണ്ട് എന്നർത്ഥം. ദിക്റിനെ വിട്ടുള്ള അശ്രദ്ധ, ദിക്റിനെ ഒഴിവാക്കിയുള്ള അശ്രദ്ധ എന്ന് പറഞ്ഞാൽ തീരെ ദിക്റ് ഉണ്ടാവാത്ത അവസ്ഥ. മറ്റേ ദിക്റിലുള്ള അവസ്ഥ, ദിക്റ് ചെല്ലുമ്പോഴുള്ള അവസ്ഥ. ഈ രണ്ടവസ്ഥയിലും അശ്രദ്ധ ഉണ്ടാവാം. അപ്പോൾ ദിക്റ് ചെല്ലുമ്പോഴുള്ള അശ്രദ്ധനേക്കാൾ നല്ലത് ദിക്റ് എന്ന സാധനം തീരെ വരാതിരിക്കുക എന്നുള്ള അശ്രദ്ധയാണ് ഏറ്റവും മോശം. കാരണം എന്താ, നീ നാവ് കൊണ്ട് ദിക്റ് ചെല്ലുമ്പോൾ ആ സമയത്തെങ്കിലും എൻ്റെ ശരീരമെങ്കിലും അല്ലാഹു തആല വെറുക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ഏറ്റവും ചുരുങ്ങിയ ക്വാളിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. ദിക്റ് ഉണ്ടായിട്ട് അശ്രദ്ധ വരാ എന്നുള്ളത് വേറെ പ്രയാസമാണ്. പക്ഷെ ദിക്റ് എന്ന സാധനം തന്നെ എനിക്ക് ഇല്ലാതിരിക്കുക എന്നുള്ള അതിലേറെ എന്താണ്, മോശമാണ്. ഇനി അശ്രദ്ധയോട് കൊണ്ട് ഈ ദിക്റ് ചൊല്ലിയാലും എന്താ സംഭവിക്കുക അതാണ് പറയുന്നത്. ഒരാൾക്ക് നാവിൽ തന്നെയാണ് തുടക്കത്തിൽ ദിക്റ് ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? ഫഅസാൻ യർഫഅക, അള്ളാഹു നിന്നെ ഒരു പക്ഷേ ഉയർത്തിയേക്കാം. മീൻ ദിക്റിൻ, ഒരു ദിക്റിൽ നിന്ന്, മാ വുജൂദി വഫലത്തിൻ, വഫലത്തോട് കൂടിയുള്ള ദിക്റ്. മറ്റേ ദിക്റില്ലാത്ത അവസ്ഥ കഴിഞ്ഞ് അതിനിപ്പോൾ നമ്മൾ ചർച്ചയില്ല. ദിക്റില്ലാത്ത അവസ്ഥ ആരും ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിൻ്റെ അടിമയിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇനി നമുക്ക് ഉണ്ടാകുന്ന പ്രയാസം എന്താണ്, ദിക്റിൽ എന്തുണ്ടാവുന്നുണ്ട്, അശ്രദ്ധ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ആ അശ്രദ്ധയെക്കുറിച്ച് നീ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അശ്രദ്ധ ഉണ്ടായിക്കോട്ടെ, നീ ആ അശ്രദ്ധ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തും പ്രയാസപ്പെട്ടും പഠിച്ചോണ്ട് ദ്വാരുന്നു ഇങ്ങനെ പോയാൽ ഫഅക, അവൻ അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം. മീൻ ദിക്റിൻ, ഒരു ദിക്റിൽ നിന്ന്, മാ വുജൂദി വഫലത്തിൻ, അശ്രദ്ധയോടുകൂടി ചെല്ലുന്ന ദിക്റിൽ നിന്നും, എല്ലാ ദിക്റി മാ വുജൂദി യഖലത്തിൻ, യഖലത്തോടുള്ള ദിക്റിലേക്ക് നിന്നെ അള്ളാഹു തആല കൈപിടിച്ച് ഉയർത്തിയേക്കാം. അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ നാവറ്റ് ഇങ്ങനെ ചെല്ലുമ്പോൾ നിൻ്റെ ആ മനസ്സിൻ്റെ ഒരു നല്ലൊരു ഉദ്ദേശം കണ്ട് എനിക്ക് അള്ളാഹുലേക്ക് ദിക്റ് ചെല്ലാന്നുള്ള നല്ലൊരു അജണ്ട ഉണ്ടായതുകൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്യും, നിൻ്റെ സ്റ്റാൻഡ് ഉയർത്തിയിട്ട് എന്ത് ചെയ്യും, നീ ശ്രദ്ധയോടെ ചെല്ലുന്ന അവസ്ഥയിലേക്ക് നിന്നെ അള്ളാഹു തആല മാറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അയാളുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഈ ചെല്ലണം എന്താണെന്നുള്ളൊരു ശ്രദ്ധ അയാൾ ചിന്തിക്കാൻ തുടങ്ങും, ദിക്റിൻ്റെ അർത്ഥം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, ദിക്റ് ചെല്ലാൻ തുടങ്ങും. ഇനി നോക്കൂ, അപ്പോൾ നമ്മൾ അശ്രദ്ധയിൽ നിന്ന് കുറച്ചു കാലം ദിക്റ് ചെല്ലുമ്പോൾ അള്ളാഹു തആല നമ്മൾ ഏതിലേക്ക് ഉയർത്തും, ശ്രദ്ധയിലേക്ക് ഉയർത്തും. ഇനി നോക്കൂ, ഒമിൻ ദിക്രി മാ വുജൂദി യഖലത്തിന്, ഇനി ആ യഖലത്തോട് കൂടി, ഇപ്പോൾ ശ്രദ്ധ നിനക്ക് കിട്ടി അല്ലേ, ഇനി ആ ശ്രദ്ധയോടുള്ള നിൻ്റെ ദിക്റിൽ നിന്നും അള്ളാഹുവിനെ ഉയർത്തിയേക്കാം. എല്ലാ ദിക്രി മാ വുജൂദി ഹുലൂറിൻ, ഹുലൂറിൻ്റെ അവസ്ഥയിലേക്ക് നീ എത്തുന്ന ദിക്റിലേക്ക്. ഹുലൂറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ പരിശുദ്ധ സാന്നിധ്യം അള്ളാഹുവിൻ്റെ അടിമയിൽ സ്ഥിരപ്പെടുക എന്നുള്ളതാണ് ഹുലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ചലനങ്ങളിലും ഫുൾ ടൈം ആരുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ആരെത്തും, അള്ളാഹുവിൻ്റെ അടിമ എത്തും. ഓഹോ മയക്കും മൈനമാക്കുന്തും, നിങ്ങൾ എവിടെയുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ അള്ളാഹുണ്ട്, എൻ്റെ എല്ലാ ചലനങ്ങളും എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്ന ബോധ്യത്തിലേക്ക്
അത് ദിക്റിലെ ശ്രദ്ധ മാത്രമല്ല, അതിനേക്കാൾ നല്ലൊരു ഡെവലപ്പാണ്. അള്ളാഹുവിൻ്റെ മാനസികമായിട്ട് ഈ അടിമയും അള്ളാഹു നമ്മൾ എന്തിട്ടുണ്ടാവും, വളരെ അടുത്തിട്ടുണ്ടാവും. ആ അവസ്ഥയിലേക്ക് നിൻ്റെ യക്കലത്തിൽ നിന്നെ കൈപിടിച്ച് ഉയർത്താം. അപ്പോൾ യക്കലത്തിൽ നിന്നും നീ ദിക്ർ ചെല്ലുമ്പോൾ, ഒന്നുകൂടി മനസ്സറിഞ്ഞ് ചെല്ലുമ്പോൾ വീണ്ടും നിന്നെ അള്ളാഹു തആല എന്ത് ചെയ്യും, നിന്നെ ഉയർത്തും. അപ്പോൾ നീ ഹുളൂറിലെത്തും. ഹുളൂർ എന്നെ മനസ്സിലായില്ലേ? അള്ളാഹുമായിട്ടുള്ള ഹൃദയമായ അങ്ങേറ്റത്തെ ബന്ധത്തിലേക്ക് നീ എത്തും. അതാണ് ഹുളൂർ. അതിനൊക്കെ കാരണം എന്താ? യക്കലത്തിൽ നീ ആത്മാർത്ഥമായി ചെല്ലിയ കൊണ്ടാണ്. ഇനി നോക്കൂ, ഒമിൻ ദിക്രിമാ വജൂദ് ഹുളൂറിൻ. ഇനി ആ അടിമ അവിടുന്ന് ഉയരാണ്ട്. നോക്കൂ, ആ ഹുളൂറോട് കൂടി എന്ത് ചെയ്തു, നീ ദിക്ർ ചെല്ലുമ്പോൾ അള്ളാഹു എന്നെ ഉയർത്തിയേക്കാം. ഇല്ലാ ദിക്രി മാ വജൂദി വൈബത്തിൻ. ഒയ്ബത്തോട് കൂടിയുള്ള ഒരവസ്ഥയിലേക്ക് എത്താം. ഒയ്ബത്ത് പറഞ്ഞാൽ വിസ്മൃതി എന്നാണ്. വിസ്മൃതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തു ഒയ്ബത്ത്? അമ്മാ സിവൽ മദ്കൂറി, ദിക്ർ ചൊല്ലപ്പെടുന്ന അള്ളാഹു അല്ലാത്ത വേറെ എല്ലാം വിസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് നിന്നെ ഉയർത്തിയേക്കാം. മനസ്സിലായോ? മറ്റത് അള്ളാഹുമായുള്ള സാന്നിധ്യം നിനക്ക് ഉണ്ട് എന്നുള്ള അവസ്ഥയാണ്. ഒന്നും കൂടി ഉയരുമ്പോൾ എന്താ ഉണ്ടാകുക? അതല്ലാത്ത വേറെ ഒന്നും ഇല്ല എന്ന അവസ്ഥയിലേക്ക് നീ എത്തുക. അതാണ് അള്ളാഹുവിൻ്റെ അടിമ മുഷാദിലെത്തുക, പരിപൂർണ അവസ്ഥയിലെത്തുക. അപ്പോൾ ആ അടിമയ്ക്ക് എവിടെ ഏതിലും അള്ളാഹു അല്ലാത്ത വേറൊന്നിനെ അയാൾക്ക് ദർശിക്കാൻ കഴിയില്ല. അള്ളാഹു അല്ലാത്ത വേറൊന്നും അയാളുടെ മനസ്സിലുണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് അടിമ പരിപൂർണ അവസ്ഥയിലെത്തും. ആ അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കാനും അള്ളാഹു തആല കഴിയും. ഒമാദാലിക്ക് പരിശുദ്ധ ഖുർആൻ ആയത്ത് ഇതിലേക്ക് കൊടുത്തേക്കാണ്. ഒമാദാലിക്ക് അലല്ലാഹി ബിഅസീസ്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യം അല്ല. നീ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ ഉയർത്താനൊന്നും അള്ളാഹു തആലക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശമാണത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ നമ്മളെ പണി കൊണ്ടാ ബാക്കിയൊക്കെ റബ്ബ് നമ്മളിങ്ങനെ തുടങ്ങി വെക്കും, ബാക്കി റബ്ബ് നമ്മളങ്ങനെ ഉയർത്തി കൊണ്ടുപോകണോണ്ടല്ലേ നമുക്കൊക്കെ മനസ്സിൽ ഇത്ര റാഹത്ത് കിട്ടുന്നത്. അതിന് ഒരു നല്ല ഉദ്ദേശം നമ്മളെത്തുണ്ട്. ഉദ്ദേശത്തിൽ ചെറിയൊരു പണി നമ്മൾ എടുക്കുമ്പോൾ ബാക്കി റബ്ബ് നമ്മളെ എത്തിക്കുകയാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്താ? ആദ്യം നാവിൽ ദിക്റുണ്ടാകണം. നാവിൽ ദിക്റില്ലെങ്കിൽ പിന്നെന്താണ്? ഇവിടേക്കൊന്നും എത്താനാക്കുന്നില്ല, ചാൻസ് ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമ ഹൃദയ സാന്നിധ്യം ഇല്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദിക്റിനെ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഹൃദയ സാന്നിധ്യമില്ലാത്ത ദിക്റിനെ തൊട്ടുള്ള, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, ദിക്ർ എന്ന അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ മോശമാണ് ദിക്റിൽ അശ്രദ്ധ ഉണ്ടാവുക എന്നുള്ള അവസ്ഥ. അപ്പോൾ ദിക്റിൽ അശ്രദ്ധ ഉണ്ടായാലും നീ അശ്രദ്ധയോടെ ദിക്ർ ചെയ്താൽ നിൻ്റെ നല്ല മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് അള്ളാഹു തആല ശ്രദ്ധയിലേക്കുള്ള ദിക്റിലേക്ക് നിന്നെ അള്ളാഹു തആല ഉയർത്തും. അപ്പോൾ നിനക്ക് ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എൻ്റെ മനസ്സിലുണ്ടാവും. അൽഹംദുലില്ലാഹിൻ്റെ അർത്ഥം മനസ്സറിഞ്ഞ് പറയും, സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയും. മറ്റേ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഹൃദയത്തിൽ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ അത്തയ്യാത്തിലൊക്കെ ഫാത്തിഹ ഓതും ചിലവർ. ഹൃദയോടെ ബന്ധം ചേർത്തുകൊള്ള വെറുതെ അല്ല, അത്രയും അശ്രദ്ധയിലുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആ യക്കളത്തിൽ നിന്ന് വീണ്ടും അള്ളാഹു തആല എന്നെ ഉയർത്തും. എങ്ങണ്ട്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം മാത്രം നിൻ്റെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ. അവിടുന്ന് വീണ്ടും നീ ഉയരും എന്ന് പറഞ്ഞാൽ അള്ളല്ലാത്ത വേറെ എല്ലാം വിസ്മൃതിയിലാവുന്ന അവസ്ഥ. ഇതാണ് അള്ളാഹുവിൻ്റെ പരിപൂർണ്ണമായ അവസ്ഥ. അപ്പോൾ ബേസിക്കായിട്ട് അള്ളാഹുവിൻ്റെ അടിമയിൽ ഉണ്ടാകണം, എന്തായാലും ദിക്ർ ഉണ്ടാകണം എന്നുള്ളതാണ്. നാവിൽ ദിക്റില്ല എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ പറയും, ചില ആളുകളെ പറ്റി പറയും, അങ്ങനെ ചെല്ലുന്നുണ്ട്, ഒരു ബന്ധമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെല്ലിക്കോട്ടെ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്താ അവന് ഉയരുക എന്നുള്ള. നാവിൽ ദിക്ർ ഉണ്ടാവുന്നതാണ് ബേസിക് പോയിന്റ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല സഹാബികളും പിന്നെ പല ഉപദേശങ്ങളും തേടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ കൊടുത്ത മറുപടി എന്താ? ഒരിക്കൽ ചില സഹാബി ചോദിക്കണ്ടായി, ചില സഹാബികൾ റസൂലുള്ളാഹി ചോദിക്കണ്ടായി, എന്ത് നബിയെ, ദീനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടമാനുണ്ട്, എനിക്ക് അതിൽ സ്ഥിരപ്പെട്ട് നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. റസൂലുള്ളാഹി ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല, നിൻ്റെ നാവ് ദിക്ർ കൊണ്ട് നനയട്ടെ എന്നാ. അല്ല, എന്തല്ല, നിൻ്റെ ഹൃദയത്തിൽ ദിക്ർ ഉണ്ടാവട്ടെ എന്നല്ല പറഞ്ഞത്. നീ നാവ് കൊണ്ട് ദിക്റില്ലൊരു കാര്യമില്ല, അത് ചെല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് ചെല്ലണം എന്നല്ലാരും പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞത്. ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പണി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിൻ്റെ നാവിൽ ദിക്ർ നിറയട്ടെ എന്നാ പറഞ്ഞേ.
ഇപ്പം നാവിലെ ദിക്ർ ഉള്ളിൽ ഇറങ്ങുമെന്നർത്ഥം. ആദ്യം നാവില ഉണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഒരിക്കൽ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സമ്പാദിക്കുന്നവർ എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങി. അപ്പോൾ ചില സഹാബികൾ ചോദിച്ചു, സ്വർണത്തിലും വെള്ളിയിലൊക്കെ ഇത്ര സമ്പാദിക്കുന്നതിൽ എന്തുണ്ട്, പുണ്യമുണ്ടോ എന്നുള്ളതിൽക്ക്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏതാണ്, അത് ആ സമ്പാദ്യം എന്നുദ്ദേശിക്കുന്നത് അഫ്ളലു ലിസാനുൻ ദാക്കിറുൻ എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠത നാവ് കൊണ്ടുള്ള ദിക്റാണ്. അവിടെ കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ അഫ്ളലു ലിസാനുൻ ദിക്റുൻ ഖൽബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രയാസമാവും, വിട്ടെറിഞ്ഞു പോവും. ഇനി മറ്റൊരു ഹദീസിൽ വായിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്, പിന്നെ മൻ അർബഉൻ ഊതിയഹുന്ന ഫഖദ് ഊതിയ ഖൈറ ദുനിയ വൽ ആഖിറ. 4 സംഗതികൾ ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും അയാൾക്ക് കിട്ടിയെന്നാണ്. 4 സംഗതികൾ കിട്ടിയാൽ ദുനിയാവും ആഖിറം കിട്ടിയതാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും ഇനി അതിനേക്കാൾ ഖൈറ് കിട്ടാനില്ല. ആ 4 കിട്ടണം. ഏതൊക്കെയാണ് 4 ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്താണ്? ഒന്ന് കൽബൻ ഷാക്കിറൻ, നന്ദിയുള്ള ഒരു ഹൃദയം. രണ്ടാമത് വലിസാനൻ ദാക്കിറൻ, ദിക്ർ ചെല്ലുന്ന നാവ്. മൂന്നാമത് വബദൻ അലൽ ബലായി സ്വാബിറൻ, പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ശരീരം. ചിലർക്ക് ജലദോഷം ഉണ്ടായതിന് നേരത്തെ കൂടെ ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, അസ്വസ്ഥതകൾ കാട്ടിയാണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് സബൂർ ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ശരീരം. പിന്നുള്ളത് അയാളെ ഹറാമിലേക്കും പ്രവർത്തനത്തിലേക്കും സമ്പത്തിലേക്കും പ്രേരിപ്പിക്കാത്ത ഒരു ഭാര്യ. കുറേ ആളുകൾ ഹറാമ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഈ പെണ്ണുങ്ങളെ കൊണ്ടാണ്. ഒരു സുഖവും പരിധിയിലില്ല. അവൾക്കുള്ള പണ്ട് എനിക്കില്ല, അവൾക്ക് സാരി എനിക്കില്ല. ഇനി സാധു എവിടുന്നെങ്കിലും എന്ത് ചെയ്യാണ്, പൈസ ഉണ്ടാക്കി കടം വാങ്ങി ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ സന്തോഷപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ ചില പെണ്ണുങ്ങൾ നമ്മളോട് പറയുകയാണ്, എനിക്കൊന്നും ബുദ്ധിമുട്ടില്ല, നിങ്ങളൊന്നും ഒരു ഹറാം അങ്ങോട്ട് കൊണ്ടുവരുന്നത് പറയുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾക്ക് എത്ര റിലാക്സ് ഉണ്ട് അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു ഭാര്യ കിട്ടുക എന്നുള്ളത് എന്താണ്, നിങ്ങൾക്ക് കുറേ നിരാശ തോന്നുന്ന പോലെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഭാര്യ കിട്ടുക എന്നുള്ളത് എന്താണ്, വലിയ സമ്പത്താണ്. അതായത് നമ്മളെ ഭാര്യമാരെ നന്നാക്കട്ടെ. അപ്പം നമ്മൾ പറഞ്ഞ വിഷയം അതല്ല. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ ഉണ്ടാകൽ തുടക്കത്തിൽ എങ്ങനെ തന്നെയാണ്, നാവിലാണ്. അപ്പം നാവിലുണ്ടാവുന്ന ദിക്ർ അത്ര മോശമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലാസ്റ്റ് അള്ളാഹുവിൻ്റെ അടിമ ഫുൾ ടൈം ദാക്കിറാവുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒരുപാട് ഒരു ദിക്ർ എന്ന് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ആത്മീയ മാർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ ഘടകം ഏതാണ്? ദിക്ർ തന്നെയാണ്. ഒരു അള്ളാഹുവിൻ്റെ റൂട്ടിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ അയാൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഘടകം ഏതാണ്? ദിക്ർ തന്നെയാണ്. അതിനുള്ള പ്രതിഫലവും അത് തന്നെയാണ്. ദിക്റുള്ള പ്രതിഫലം എന്താ? ദിക്റുള്ള പ്രതിഫലം ദിക്ർ തന്നെയാണ്. എന്താ പറഞ്ഞത്? ഉദുക്കുറൂനി അത് കുറുക്കുന്ന, നിങ്ങളിങ്ങനെ ഓർത്തോളി, ഞാൻ ആരെയും ഓർക്കും, നിങ്ങളെ ഓർക്കുന്ന. ഇങ്ങനെ ഒരു പ്രതിഫലം പറഞ്ഞാൽ എന്താ ഉള്ളത്? അതാണ് ദിക്ർ. ദിക്റിന് പ്രതിഫലം ഏത് തന്നെയാണ്? ദിക്ർ തന്നെ. നമ്മൾ അള്ളാഹ് ഓർത്താൽ അള്ളാഹു തആല ആരെ ഓർക്കും? നമ്മളെ ഓർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല എന്താ പറയുന്നത്? ദിക്റിന് പരിധിയില്ല എന്നുള്ള. യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറ, സൂറത്തുൽ അഹ്സാബിൽ 41-ാമത്തെ ആയത്തിൽ പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലിക്കോളിയെന്ന. ഹദീസിൽ കാണുന്നത് അക്സിറു ദിക്ർ ഹത്താ തഖൂലന്നാസു മജ്നൂൻ. നിങ്ങൾ ദിക്റാണ് പെരുപ്പിച്ചോളി, ജനങ്ങൾ ഇയാളെ പിരാന്തൻ എന്ന് പറയണവരെ, ഇയാൾക്കെന്താ പിരാന്തണ്ടോ എന്ന് ആര് പറയും? ജനങ്ങൾ പറയും. നിങ്ങളാണ് ദിക്റാണ് ചൊല്ലിക്കോളിയെന്ന. ചിലപ്പോൾ ജനങ്ങൾ ഇയാളെ ലോകമാന്യം എന്ന് പറയുന്ന, എന്നാലും നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളിയെന്ന്. ഇയാൾ എപ്പോഴും ഇങ്ങനെ ദസ്മിമാലും പിടിച്ച് നടക്കണേ, ആൾക്കാർ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ജനങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞോട്ടെ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണതാ? ദിക്റുകൾ നിർത്തണ്ടെന്നാ. എന്താണ് ദിക്റുല്ലാ ദിക്റൻ കസീറ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാ യൻസാഹു അബദ, ഒരിക്കലും അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ നിന്നിൽ ഉണ്ടാവാതിരിക്കലാണ്. അതാണ് ചില മഹാന്മാരൊക്കെ പറയുന്നത്. ഒരു സെക്കൻഡ് സമയം എൻ്റെ നാഥനെ ഞാൻ വിസ്മരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോയതുപോലെയെന്ന് പറഞ്ഞു. മുർത്തതായതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു സെക്കൻഡ് പോലും, ഒരു ശ്വാസത്തിലും എൻ്റെ അള്ളാഹുവിനെ ഞാൻ
മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദീന്ന് പുറത്തു പോയതുപോലെയാണ്. മനസ്സിലായില്ലേ? അത്രത്തോളം അള്ളാഹുവിൻ്റെ അടിമ ദിക്റിലേക്ക് എന്ത് ചെയ്യും? മികച്ചു നിൽക്കും. ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നുണ്ട്, എല്ലാ ഇബാദത്തും കുല്ലു ഇബാദത്തിൻ ഫറളല്ലാഹു തആല ജഅലഹ വഖ്തൻ മഖ്സൂസ, എല്ലാ ഇബാദത്തിനും അള്ളാഹു തആല ഓരോ സമയങ്ങൾ വെച്ചിട്ടുണ്ട്. നിർബന്ധമാക്കിയ എല്ലാ ഇബാദത്തിനും ഓരോ സമയങ്ങൾ വെച്ചിട്ടുണ്ട്. ആ അല്ലാത്ത സമയത്ത് അള്ളാഹുവിൻ്റെ അടിമക്ക്, ആ സമയത്തല്ലാത്തടത്ത് അള്ളാഹുവിൻ്റെ അടിമക്ക് ഉദുറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമുണ്ട്, ഫുൾ ടൈം നിസ്കരിക്കണമെന്നില്ല. നോമ്പിന് സമയമുണ്ട്, ഹജ്ജിന് സമയമുണ്ട്, സക്കാത്തുള്ളത് കൊടുത്താൽ മതി. ഏത് ഇബാദത്തിന് അങ്ങനെയാണ്. എന്താണ് ഇല്ല ദിക്റ, ദിക്ർ ഒഴിച്ച് ലം യജലില്ലാഹു ലഹു വഖ്തൻ മഖ്സൂസ. ദിക്റിന് മാത്രം എന്താണ് ഒരു നിശ്ചിത സമയം അല്ലാഹു തആല വെച്ചിട്ടേ ഇല്ല. ദിക്റിന് രാവിലെ ചൊല്ലിക്കോളി, പിന്നെ 11 മണിക്ക് കുറച്ച് ദിക്ർ ചൊല്ലിക്കോളി, 2:30 കുറച്ച് ദിക്ർ ചൊല്ലിക്കോളി, ഇങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദിക്റിന് എവിടെയും അല്ലാഹു തആല സമയം വെച്ചിട്ടില്ല. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്നാണ്. മാത്രമല്ല എങ്ങനെയൊക്കെ ദിക്റിലാണ് അല്ലാഹു തആല പറഞ്ഞത്? സൂറത്തുൽ നിസായിലെ 103-ാമത്തെ ആയത്തിൽ കാണാം, ഫൈദാ ഖദൽതുമുസ് സ്വലാത്ത, നിസ്കാരത്തിന് വിരമിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കോളൂ, ഖിയാമൻ നിന്നുകൊണ്ട്, വഖുഊദൻ ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിക്കും കിടന്നും കൊണ്ടും. ഇരുന്നോ നടന്നോ കിടന്നോ ചാടിയിട്ടോ നീന്തിയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ ആർക്ക് ദിക്റല്ല? ദിക്റിൻ്റെ സംഗതി എന്താണ്? നിങ്ങളിൽ നിന്ന് വേർപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന റജുലൻ, ഒരാൾക്ക് ദാക്കിറ എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണെന്നാണ്. ഒരാൾക്ക് ഫുൾ ടൈം ദാക്കിറ എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ നിന്ന് കുറേ സമ്പത്തുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിഹിതം ചെയ്യുകയാണെങ്കിൽ, വആഖിറുൻ യദ്കുറുല്ലാഹ, മറ്റൊരാൾ അള്ളാഹു തആലക്ക് വീട്ടിൽ നിന്ന് ഫുൾ ടൈം ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, എന്താ പറയുന്നത്? ലക്കാന ദാക്കിറുല്ലാഹി അഫ്ളലൻ, അവിടെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അള്ളാഹുവിൻ്റെ ദാക്കിർ തന്നെയാണ്. ദാക്കിർ സംഗതി മോശക്കാരനല്ല എന്നർത്ഥം. ഒരാൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുക്കുകയാണ്, മറ്റാൾ വീട്ടിൽ നിന്ന് അള്ളാഹു തആലക്ക് എന്ത് ചെയ്യുക? ഒഴിഞ്ഞിരുന്നിങ്ങനെ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ദാക്കിർ ഏറ്റവും ശ്രേഷ്ഠനാണ്. എത്രത്തോളം? അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും. ഞാൻ ഒരു സംഗതി കൂടി പറയാം. ഞാൻ നിങ്ങൾക്കൊരു സംഗതി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയാണ്, ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെ. വഅസ്കാഹ ഇൻദ മലീക്കിക്കും, നിങ്ങളുടെ രാജാധികരായ അള്ളാഹുവിൻ്റെ അടുക്ക് ഏറ്റവും പരിശുദ്ധമായ ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വഅർഫഉഹ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജകൾ അത് കൂട്ടുകയും ചെയ്യും. വഅഖിർ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽവറക്കി, നിങ്ങൾ സ്വർണവും സമ്പത്തും ചെലവഴിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം എന്താണ്? മിൻ അൻ തൽക്കു ഖൈറുലക്കും മിൻ അൻ തൽക്കു അദുവക്കും, ഇനി അതിനേക്കാൾ ഉത്തമം എന്താ? നിങ്ങൾ ശത്രുവുമായി പോരാടാൻ ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിനേക്കാൾ. ഫതദ്രിബു അയനാക്കവും, നിങ്ങൾ ശത്രുവിൻ്റെ പെരടി അങ്ങോട്ട് വെട്ടി പോരാടുന്നതിനേക്കാൾ. വയുദ്രിബു അയനാക്കും, ശത്രു എന്ത് ചെയ്ത് നിങ്ങളെ കവുത്ത് മുറിച്ച് നിങ്ങളെ വധിക്കുന്നതിനേക്കാളും. നിങ്ങൾ അങ്ങോട്ട് പോരാടാൻ പോയി യുദ്ധക്കളത്തിൽ ഫൈറ്റ് ചെയ്ത് ജയിച്ചു പോന്നു, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിൽ പോയി ഫൈറ്റ് ചെയ്ത് ഷഹീദായി. എന്നാലും അതിനേക്കാളൊക്കെ പുണ്യമായ ഒരു ദിക്ർ, ഒരു ഏർപ്പാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, വമാ ദാക യാ റസൂലല്ലാഹ്, എന്താണ് നബി അത് എന്ന് ചോദിക്കണ്ടായി. ഖല ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. അപ്പോൾ ഏത് ഏറ്റവും നല്ല നോമ്പുകാരനാരാണ്? അക്സറും ലില്ലാഹി ദിക്റ, നോമ്പോട് കൂടി അള്ളാഹുവിനെ ഏറ്റവും ഓർക്കുന്നവൻ. ഏറ്റവും നല്ല ഹാജി ആരാ? അക്സറും ലില്ലാഹി ദിക്റ, ഹജ്ജിനോട് കൂടി ആരോ ഓർക്കുന്നവൻ? അള്ളാഹുവിനെ ഓർക്കണം. ഏറ്റവും നല്ല നിസ്കാരക്കാരനാരാ? അക്സറും ലില്ലാഹി ദിക്റ. അപ്പോൾ ദിക്ർ എന്ന ഏറ്റവും നല്ല മുജാഹിദ് ആരാ? അക്സറും ലില്ലാഹി ദിക്റ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ ദിക്ർ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? അത് വലിയൊരു പുണ്യമാണ്. അള്ളാഹു തആല അവസ്ഥയിൽ നമ്മളാക്കി തരട്ടെ. അപ്പോൾ മനസ്സിലാക്കുക, മഹാന്മാർ പറഞ്ഞത് ഫൈന ദിക്റ മൻഷൂറുൽ വിലായ എന്ന ദിക്ർ എന്നാൽ വിലായത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഒരാൾ വലിയ ആകണം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടദാസനാണെങ്കിൽ അയാളുടെ തുടക്കത്തിൽ ദിക്ർ ഉണ്ടാവണം, അയാളുടെ ഒടുക്കത്തിലും ദിക്ർ ഉണ്ടാവണം. വിലായത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസനായ അടിമത്തത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് ദിക്റിലേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇയാളെല്ലാം പ്രവേശിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ദിക്ർ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, അയാൾ ഫുൾ ദിക്റിലായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ, അപ്പോൾ ഏത് നിലക്ക് നോക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദിക്ർ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തി
അള്ളാഹുവിൻ്റെ അടിമ എന്ത് ചെയ്യും? ദാക്കിർ മദ്കൂറാവുന്ന പറഞ്ഞത്. ദാക്കിർ മദ്കൂറാന്ന് പറഞ്ഞാൽ എന്തു വെച്ചാൽ അയാളൊരു ദിക്റായി മാറും. അയാളിൽ അള്ളാഹു അല്ലാത്ത വാസിൽ മൗസൂലാവും. അള്ളാഹുവിലേക്ക് ചേരാൻ ആഗ്രഹിച്ച ആൾ ചേർക്കപ്പെട്ടവനാവും എന്ന് പറഞ്ഞാൽ ദാക്കിർ മദ്കൂറാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത വേറൊന്നും ആ അടിമയുടെ അവസ്ഥയിലേക്ക് കയറാത്ത അവസ്ഥയിലേക്ക്, വേറെ എല്ലാത്തിനും അയാൾ വിസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് എന്തെത്തും? ദിക്റിൽ പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥയിലെത്തുന്ന. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദിക്റിൽ പോലും നോക്കൂ, ദിക്റിൽ പോലും അയാൾ ശ്രദ്ധിക്കൂല. നമ്മളിപ്പോൾ ലാ ഇലാഹ സുബ്ഹാനല്ലാഹ് അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിൽ പോലും ശ്രദ്ധിക്കാതെ അള്ളാഹു നഷ്ട. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? നാവിൽ പേരിനെ ഇളക്കുണ്ടാവുള്ളൂ, ഹൃദയത്തിൽ ഫുൾ ടൈം ആരായിരിക്കും? അള്ളാഹു. നമ്മളിപ്പോൾ ദിക്റുമ്പോൾ കുറേ ശ്രദ്ധിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ കുറേ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ഒപ്പലെത്താവണില്ലേ അല്ലേ? നല്ലോണം ശ്രദ്ധിച്ചിട്ട് ലാസ്റ്റ് നിസ്കാരത്തിൽ റക്കാത്തൊക്കെ എന്ത് ചെയ്യലുണ്ട്? മറക്കലുണ്ട്. ഏറ്റവും ശ്രദ്ധ കൂടിയിട്ട് നല്ല ശ്രദ്ധിച്ച് കഴിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും? 4, 5, 3, 4 ഇങ്ങനെ ആയിട്ടുണ്ടാവും. വായ്പ വേറെ ശ്രദ്ധ കൂടിയതാ. ഇതെന്ന് വെച്ചാൽ ദിക്റിൽ പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോഴാണ് അയാളുടെ നിലപാടാണ് എന്ത്? നാവോണ്ടൊക്കെ ദിക്റിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ സാധാരണക്കാരനല്ല, എന്താണ് നാവോട് ചൊല്ലിയിട്ട് കാര്യമില്ല. ഇത് പറയേണ്ടവനാരാണ്? ദാക്കിർ മദ്കൂറാവുന്നവനാണ്. നമുക്കെന്താ വേണ്ടത്? നാവിൽ തന്നെ ദിക്ർ ഉണ്ടാവേണ്ടത്. മനസ്സിലായ പറയുന്നത്? വതബ്ബത്തൽ ഇലല്ലാഹി, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് വദ്കുർ ഇസ്മ റബ്ബിക വതബ്ബത്തൽ ഇലല്ലാഹി തബ്തീല. നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ദിക്ർ ഓർത്തുകൊണ്ടിരിക്കുക, അവനിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? തബത്തൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാം വിട്ട് അവനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ കൊണ്ടുവരാമെന്നാ. മറിയം ബത്തൂൽ എന്നാണ്. മറിയമ്മീനെ ബത്തൂൽ എന്ന് പറയാൻ കാരണം എന്താ? ബാക്കിയുള്ള എല്ലാ അന്യചിന്തകളും മനസ്സിൽ നിന്ന് പോയ ആളാണ് ആര്? മറിയമ്മി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ അന്യചിന്തകളും മൈൻഡിൽ നിന്ന് പോയി അള്ളാഹു മാത്രം കയറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ അടിമ എത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടിമ ആരാവുന്നത്? ദാക്കിർ മദ്കൂറാവുന്ന അവസ്ഥയിലെത്തുന്നത്. അപ്പോൾ ആ അവസ്ഥയിലെത്തുമ്പോൾ അള്ളാഹുവിനെ ഒന്നും നിർത്താണ്. ആ അവസ്ഥയിലെത്തുമ്പോൾ എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ അടിമക്ക് എന്താണ്? കൂടുതൽ അപ്പോഴാണ് ഫിക്രത്ത് ഉണ്ടാവുക. ഭയങ്കര ഗാഢമായ ചിന്ത, അള്ളാഹിനെക്കുറിച്ചുള്ള ഗാഢമായ ചിന്തകളും എല്ലാത്തിലും അള്ളാഹുവിനെ കാണാൻ നോക്കലും ശ്രദ്ധിക്കലും അള്ളാഹിനെക്കുറിച്ചുള്ള ഓരോ ബോധങ്ങളും തിരിച്ചറിയുമൊക്കെ ഉണ്ടാവും. അങ്ങനെ എത്തുമ്പോൾ ആ അടിമയുടെ ഇബാദത്ത് എന്താണ്? അല്പസമയത്തെ ഇബാദത്ത് 7 വർഷത്തെ ഇബാദത്തിനേക്കാൾ പുണ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ശരിക്കും ആ അടിമയുടെ തഫക്കുറിൻ്റെയും അതുപോലെ തന്നെ നെദറത്തിൻ്റെയും മക്കാമിലെത്തുക. കാരണം അയാൾക്ക് ഫുള്ള് പിന്നെ അള്ളാഹുമായിട്ടുള്ള കണ്ടെത്തലും ചിന്തിക്കലും ഏതിലും അള്ളാഹുവിനെ മനസ്സിലാക്കലുമാണ്. അപ്പം അയാളുടെ ആ ചിന്തക്ക്, അല്പസമയത്തെ ചിന്തക്ക് ഇബാദത്തു മിൻ ഖൈറിൻ 70 സനത്തിൻ, 7 വർഷത്തെ ഇബാദത്തിനേക്കാൾ എന്ത് ചെയ്യും? പുണ്യം കിട്ടും. അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മളെന്ത് ഈ അവസ്ഥയിലെത്തുക. അപ്പോൾ പിന്നെ അയാളുടെ മഹാൻ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? അപ്പോൾ അയാളുടെ ഓരോ സമയം ഭയങ്കര അമൂല്യമാവും, വിലപ്പെട്ടതാവും. എങ്ങനെ? അബുൽ അബ്ബാസ് പറയുന്ന ഔഖാത്തുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദർ, ഞങ്ങൾ ഓരോ സെക്കൻഡും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. നമുക്ക് 26 എത്ര കിട്ടുമോ വെച്ചിട്ട് പരക്കം വാങ്ങിച്ചിരിക്കുകയാണ്. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ സെക്കൻഡും എന്താണ്? ലൈലത്തുൽ ഖദറാണ്. കാരണം എന്താണ്? അവർ അള്ളാഹു അല്ലാത്ത വേറെ എല്ലാ ബാഹ്യ ചിന്തകളും മാറി അള്ളാഹു എന്നുള്ള അജണ്ടയിലാണ്. അപ്പോൾ ഫുൾ ടൈം അള്ളാഹു ആണ്. അപ്പോൾ എന്താണ്? ഔഖാത്തുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദർ. എന്താണ്? ഞങ്ങൾ ഇബാദത്തുകൾ ഫുള്ള് ഓരോ സെക്കൻഡും ലൈലത്തുൽ ഖദറാണ്. കാരണം ഓരോ സെക്കൻഡിൻ്റെ ഇബാദത്തിനും ഇഷ്ടം പോലെ പ്രതിഫലം ഉണ്ട് എന്നർത്ഥം. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ അല്ലേ? ആ അൽഫി ഷഹറിൻ്റെ പവർ ഓരോ സെക്കൻഡിലും മഹാന്മാരെന്ത് ചെയ്യുന്നുണ്ട്? നേടിയെടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഇഖ്ലാസ് സ്ഥിരപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ആത്മാർത്ഥത സ്ഥിരപ്പെടുന്നുണ്ട്. എത്രത്തോളം പറഞ്ഞാൽ ഒരു മലക്കിന് പോലും ഇയാൾ ഇത്ര ദർജ എത്തിക്കണമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആരെത്തും? അള്ളാഹുവിൻ്റെ അടിമത്തും. ആ അള്ളാഹു ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അടിമയും ഞാനും തമ്മിലുള്ള സ്വകാര്യതയാണെന്ന് അള്ളാഹ് പറഞ്ഞു. ഇഖ്ലാസ് പറഞ്ഞാൽ എൻ്റെ അടിമയും ഞാൻ തമ്മിലുള്ള സ്വകാര്യതയാണ്. ഒരു മലക്കിന്, മുക്കറബായ മലക്കിന് പോലും ഞാനും അടിമയും ഇത്ര ബന്ധമുണ്ടെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. മുക്കറബായ മലക്ക് എന്നാണ് പറയുന്നത്. മുക്കറബായ മലക്കിന് അത്രയും സാമീപ്യമുള്ള, അള്ളാഹുവിൻ്റെ സാമീപ്യമുള്ള മലക്കിന് പോലും ഈ അടിമയും പിന്നെ അള്ളാഹു തമ്മിൽ ഇത്ര ബന്ധമുണ്ടെന്ന് പോലും എന്തില്ല കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അടിമയുടെ സ്വകാര്യത എത്തും.
അത്രയും ആ മനസ്സ് അള്ളാഹുമായിട്ട് ഈ അടിമയിലെടുക്കും. അല്ലെങ്കിൽ ഒരു പിശാചിനെ ഈ അടിമയുടെ സിറ് കണ്ടുപിടിച്ചിട്ട് പേപ്പിക്കാനൊന്നുമില്ല, സാധ്യമല്ല, ആ അവസ്ഥയിലേക്ക് എത്തും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആദ്യം ഇങ്ങനെ പണിയെടുത്ത് കൊള്ളേനാണ്. അല്ല ഒറ്റയടിക്ക് ഈ മക്കാമിലാണ് എത്താമെന്ന് ആരും സ്വപ്നം കാണില്ല. ഫുൾ ടൈം നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് മെനക്കെട്ട് അള്ളാഹുവിൻ്റെ ദിക്ർ വർദ്ധിപ്പിച്ച് അങ്ങനെ കൊടുത്ത് ഹൃദയത്തിലേക്ക് കയറ്റി പിന്നെ അള്ളാഹുവിനെ പരിശുദ്ധ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ ബാക്കിയാണ് റബ്ബെത്തിക്കുന്ന പണിയാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഹിക്മ ആവർത്തിക്കുന്നില്ല, സമയമില്ല. ഫസ്റ്റിൽ നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തണം. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം നാഫിയായ ഇൽമാക്കി മാറ്റട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ.